there is a way to be good again. നല്ലവനാകാൻ വീണ്ടും ഒരു വഴിയുണ്ട്. ഇതൊരു വാചകം മാത്രമല്ല, ഇതൊരു മോട്ടിവേഷൻ കൂടിയാണ്. ദി കൈറ്റ് റണ്ണർ, പട്ടം പറത്തുന്നവർ. ഇത് സുഹൃത്ത് ബന്ധം, തെറ്റ്, വെറുപ്പ്, അതുപോലെ തന്നെ മോചനം എന്നിവയെല്ലാം ഇണചേർന്ന ഒരു ജീവിതയാത്രയാണ്. എല്ലാവർക്കും ഈ സ്റ്റോറിയിലേക്ക് സ്വാഗതം. പരിചയപ്പെടാം വായനയുടെ പുതിയ വിശേഷങ്ങളിലേക്ക്. പ്രശസ്ത രചയിതാവ് ഖാലിദ് ഹൊസൈനിയുടെ ആദ്യ നോവലാണ് ദി കൈറ്റ് റണ്ണർ. അഫ്ഗാനിസ്ഥാൻ്റെയും അമേരിക്കയുടെയും പശ്ചാത്തലത്തിൽ ഒരു ആഗോള ശ്രദ്ധ നേടിയ നോവൽ. ഇത് അമീറിൻ അവൻ്റെ സുഹൃത്ത് ഹസൻ്റെയും കഥയാണ്. 70-ലെ അഫ്ഗാനിസ്ഥാൻ പശ്ചാത്തലത്തിൽ തുടങ്ങി ശേഷം അമേരിക്കൻ പശ്ചാത്തലത്തിലും ഈ നോവൽ പുരോഗമിക്കുന്നു. അമീർ അവൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു തെറ്റും അത് ഭാവിയിൽ എങ്ങനെ അവൻ്റെയും അവൻ്റെ ചുറ്റുപാടുള്ളവരുടെയും ജീവിതത്തെ ബാധിക്കുന്നതു ശേഷം അത് തിരുത്താൻ അവൻ ശ്രമിക്കുന്നതും തുടങ്ങിയ പശ്ചാത്തലത്തിൽ കഥ മുന്നോട്ടു പോകുന്നു. ഭയത്തിലും ആശങ്കയിലും വളർന്നു അതിൻ്റെ കുറ്റബോധത്തിൽ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന പ്രധാന കഥാപാത്രമാണ് അമീർ. വിശ്വസ്തത, നിഷ്കളങ്കത എന്നിവയുടെ മുഖഭാവമാണ് ഹസൻ. തുടക്കത്തിൽ വളരെ ശക്തനും കഥ പുരോഗമിക്കവേ വളരെ വളരെ ദുർബലനുമായി തീരുന്ന ബാബ എന്നിവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. നോവലിൻ്റെ ബേസ് അല്ലെങ്കിൽ അതിൻ്റെ തീം അല്ലെങ്കിൽ സത്ത് എന്ന് പറയുന്നത് പശ്ചാത്താപവും അതിൽ നിന്നുള്ള മോചനവുമാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ധ്യാനിക്കരുത്, അധ്വാനിക്കണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അമീർ ഒരു തെറ്റ് ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു തെറ്റ് നടക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതിൽ അവൻ വളരെ ബോധവാനുമാണ്. താൻ ചെയ്തത് തെറ്റായിരുന്നെന്നും അത് പിന്നീട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ചെയ്യുന്നത്. ആ തെറ്റ് തിരുത്താൻ വേണ്ടി അവൻ ശ്രമിക്കുന്നത് വളരെ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ്. സമയം കുറച്ചധികം എടുത്തു. അതിൽ അവനക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചു. എന്നിരുന്നാൽ കൂടി അവസാനം അവൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. കഥ പുരോഗമിക്കവേ നമുക്ക് കാണാം അമീർ വില്ലൻ പക്ഷത്ത് വരുന്നു. അത് അവൻ്റെ പ്രവർത്തികൾ കൊണ്ടല്ല, അവൻ അതിൽ നിശബ്ദത പാലിച്ചതുകൊണ്ട് മാത്രമാണ്. ഹസൻ പൂർണ്ണമായും ഈ കഥയിലെ നായകനായി മാറുകയും ചെയ്യും. വളരെ ലളിതവും മനോഹരവുമായ രചനാ രീതിയാണ് ഹൊസൈനി പിന്തുടരുന്നെങ്കിലും അതിലൂടെ തന്നെ അദ്ദേഹം ശക്തമായ രീതിയിൽ ചരിത്രവും രാഷ്ട്രീയവും പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് ദി കൈറ്റ് റണ്ണർ. നിശബ്ദത പാലിക്കേണ്ടതും സംസാരിക്കേണ്ടതും എപ്പോഴെല്ലാമാണ്. അതുമൂലം നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങൾ എന്നിവയെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വളരെ ശക്തമായ ഒരു നോവലാണ് ദി കൈറ്റ് റണ്ണർ. എങ്ങനെയായിരിക്കണം ഒരു ബന്ധം, എങ്ങനെ ആവണം ഒരു ബന്ധം നിലനിർത്തേണ്ടത്, അത് മകൻ പിതാവിനോടായാലും പിതാവ് മകനോടായാലും ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലായാലും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലായാലും എങ്ങനെ ഒരു ബന്ധം നിലനിർത്തണം, അതിനു വേണ്ടി നാം ഇടേണ്ട എഫേർട്ട് എല്ലാം ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഹുസൈനി കാണിച്ചു തരുന്ന മറ്റൊരു ശക്തമായ ബന്ധം ഒരു സഹോദര ബന്ധത്തിനെ പറ്റിയിട്ടാണ്. അത് തൻ്റെ സഹോദരൻ ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞാൽ പോലും തൻ്റെ കടമകൾ എന്താണ് ആ സഹോദരബന്ധത്തിന്റെ ശക്തി എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ആ സഹോദരബന്ധത്തിന് വേണ്ടി സഹോദരന് വേണ്ടി മറ്റ് സഹോദരന്മാർ എടുക്കുന്ന യാതനകൾ അല്ലെങ്കിൽ റിസ്കുകൾ എല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. കൈറ്റ് റണ്ണർ എന്നുള്ളത് ഒരു കഥയോ അല്ലെങ്കിൽ ഒരു സാധാരണമായ നോവലോ അല്ല, പല ആളുകളുടെയും ജീവിത അനുഭവം കൂടിയാണ്. ഇതിൽ ചിലയിടത്തെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ സാധിക്കും. നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചെയ്ത ചില പ്രവൃത്തികളും അതുകൊണ്ടുണ്ടായ ദുരനുഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ദി കൈറ്റ് റണ്ണർ എന്ന പുസ്തകം വായന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായന പൂർണ്ണമായി അവസാനിക്കാതെ നിങ്ങൾക്ക് നിർത്താൻ പറ്റാത്ത ഒരു നോവലാണ്. തീർച്ചയായും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് ദി കൈറ്റ് റണ്ണർ. ഇല്ലെങ്കിൽ അതൊരു വളരെ നഷ്ടമാണ് നിങ്ങൾക്ക്. മലയാള പരിഭാഷയിലും ഈ നോവൽ നമുക്ക് ലഭ്യമാണ്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറിലോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പുസ്തകം ലഭിക്കും. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുക, അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതുവരെ എന്നെ കേട്ടതിന് നന്ദി. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. നന്ദി.